ഇന്നൊരു വെരി സ്പെഷ്യൽ റിസപ്ഷന് വേണ്ടി പോവാട്ടോ. അങ്ങനെ അടുത്തൊന്നുമല്ല, നേരെ കോട്ടയത്തേക്കാണ് പോകുന്നത്. ഇന്ന് ഞാനിട്ട് ഈ ഒരു കുർത്ത എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു പരിപാടിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. മെറ്റീരിയൽ എടുത്തു, നേരെ ആര്യൻസ് ബുട്ടീക്കിൽ കൊണ്ട് കൊടുത്തു. അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തന്നു. കമന്റ്സിൽ ഞാൻ ബുട്ടീക്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഒറ്റയ്ക്കല്ല പോകുന്നത്, പോകുന്ന വഴിക്ക് ഓരോ ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ചെസ് നമ്പർ 1 അജി, ചെസ് നമ്പർ 2 ആരാന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു. മാപ്പൊക്കെ നോക്കി ഇവിടെ നാഗപ്പാട് 2 മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫുള്ള് പ്ലാൻ ഇട്ട് ഇരുന്നതായിരുന്നു. ആ പ്ലാൻ അപ്പാടെ വെള്ളത്തിലായി. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞ ബ്ലോക്ക്. 6:30 അവിടെ എത്തേണ്ട ഞങ്ങളായിരുന്നു. കൃത്യം 9 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. ഇനി ഞാൻ പറഞ്ഞ ആ ചെസ് നമ്പർ 2 ആരാന്ന് മനസ്സിലായില്ലേ? നെറിൻ ചേച്ചിയായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ആയിരുന്നു പരിപാടിക്ക് വന്നത്. ഇനി ആരാണ് സ്പെഷ്യൽ പേഴ്സൺ? എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കൊക്കോബിയിലെ അശ്വിനിയുടെ റിസപ്ഷൻ ആയിരുന്നു. പരിപാടി ആകപ്പാട് 5 to 9 ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ എത്തുമ്പോഴേക്കും എല്ലാവരും വീടെത്തിയിട്ടുണ്ടാവും. നല്ല സംശയമായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ജസ്റ്റ് മിസ്സിന് ഞങ്ങൾ അവിടെ എത്തി. അശ്വിനി എന്തായാലും കണ്ടപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വളരെ നേരത്തെ ആണല്ലോ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്ന്. ഞങ്ങൾ ഇത്രയും കാലം നല്ല ഓൺലൈൻ ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് അശ്വിനിനെ നേരിട്ട് കാണുന്നത്. To be honest, they were looking so good together. സ്റ്റേജിൽ രണ്ടുപേരും നിന്ന് കാണാനായിട്ട് നല്ല രസമായിരുന്നു. ഞങ്ങൾ കോട്ടയത്തോട്ട് വരുന്ന അശ്വിനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇതിന് മുമ്പുള്ള പരിപാടിയൊക്കെ കൊച്ചിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്കായിരിക്കും വരിക എന്നുള്ളൊരു നിഗമനത്തിലായിരുന്നു ആൾ. ആൻഡ് ഇവിടെ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഞെട്ടലായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയി ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാന്ന് പറഞ്ഞ് വളരെ കാൻഡിഡ് ആയി നാച്ചുറൽ ആയിട്ട് ഞങ്ങൾ കുറെ ഫോട്ടോസും വീഡിയോസും എടുത്തു. എനിക്കാണെങ്കിൽ ഈ ഒരു ഡ്രസ്സിൽ എത്ര ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് മതിയാവുന്നതേ ഉണ്ടായിരുന്നില്ല. തിരിച്ച് വീടെത്തുന്ന പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ആ ഒരു ടൈമിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത്. തിരിച്ചു പോണ വഴി എല്ലാവരെയും ഡ്രോപ്പ് ചെയ്ത് അവസാനം നമ്മൾ ഫ്ലാറ്റ്. ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തതൊന്ന്, നടന്നത് വേറൊന്ന് എന്ന് പറഞ്ഞ പോലെയായിരുന്നു. ബട്ട് ടുഡേ വാസ് സോ ഗുഡ്.